വെൽക്കം ബാക്ക് ടു പാറൂസ് പ്ലാനറ്റ്. നമ്മളങ്ങനെ ഗോവയിലെത്തി. നമ്മൾ റിസോർട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ പേര് ഓക്സിജൻ റിസോർട്ട്സ് മോർജിയമിലാണ്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ കാർവാറിൽ നിന്ന് ഗോവയിലേക്ക് പോകുന്ന വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ റൂമിലെത്തി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റൂം ടൂർ കാണിച്ചു തരാം. റൈറ്റ് സൈഡിൽ ഇയാളുടെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ബാത്റൂം ഉണ്ട്. ഒരു കൊട്ട വെച്ചിട്ടുണ്ട്. എന്തിനാ നമ്മള് അതിലൊന്നും വെച്ചിട്ടില്ല. ശരിക്കും അവിടെ ഹീറ്റൊക്കെ വെക്കണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഒരു മിററുണ്ട്. എല്ലാത്തിനും ഒരു ഓൾഡ് ടച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറെ പച്ച പെയിന്റ്. അതിൽ എന്നിട്ട് പിന്നെ പെയിന്റ് ചിരണ്ടി കളഞ്ഞിട്ടുണ്ട്. ടേബിളിന്റെയും പെയിന്റ് ഒരു പഴകിയ ഫീൽ. പിന്നെ ലെഫ്റ്റ് സൈഡില് ഒരു ലാമ്പ്, ഫോണ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് എന്തിനാന്ന് അറിയണമെങ്കിൽ ബാത്റൂമിൽ നിന്ന് ബാത്റൂമിൻ്റെ അവിടെ ഒരു വ്യൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ വീണ്ടും എല്ലായിടത്തും ആ ഒരു പഴകിയ ഫീല് കാണിക്കാൻ വേണ്ടി അവർ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാമ്പ്, ഒരു ടേബിള്, പിന്നെ എക്സ്ട്രാ ബെഡുണ്ട്. അതിൽ ഇത് ബെഡ്ഷീറ്റ് വിരിച്ചിട്ടില്ല പറഞ്ഞിട്ടുണ്ട്. പിന്നെ AC-യും ഫാനും കൊട്ട ലൈറ്റ്, എല്ലാം കൊട്ടയാണ് ഇവിടെ. കൊട്ട ലൈറ്റ്. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കെറ്റിലുണ്ട്, ഗ്ലാസ് ഉണ്ട്, ടീ പൗഡർ. ഇങ്ങനെയാണോ? ഫ്രിഡ്ജിൽ ഒരു മിനി ഫ്രിഡ്ജ്. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. മതില് കാണാം. നമുക്ക് പിന്നെ ഇപ്പോൾ സമയം 2:10. നമ്മളിവിടെ എത്തിയപ്പോൾ 2:10. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടല്ല വന്നത്. അപ്പോൾ ഇവിടുന്ന് മെനു പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെനു അവർ കൊണ്ടു തന്നു. അപ്പോൾ എന്തൊക്കെയാണ് മെനുവിലുള്ളത്? എന്തുണ്ട്? ഇതിൽ ഏതാണ്ടൊക്കെ ഭയങ്കര സാധനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ചിക്കൻ 65, ചിക്കൻ ടിക്ക, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. അഴുക്കുണ്ട്. റേറ്റ് കുറച്ച് ജാസ്തിയാണെന്ന് തോന്നുന്നു വില കണ്ടിട്ട്. എല്ലാ ഐറ്റവും ഉണ്ട്, എല്ലാം കാണുന്നുണ്ട്. നെക്സ്റ്റ് പേജ് നോർത്ത് ഇന്ത്യൻ ആണെന്ന് തോന്നുന്നു കൂടുതലും. നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് ആണ്. ടിക്കറ്റേക്കുന്ന എന്തുവാ? അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞങ്ങൾ എന്തെങ്കിലും ഓർഡർ ചെയ്യട്ടെ കേട്ടോ. ശരി. ഹലോ ഗൈസ്, നിരഞ്ജൻ റിപ്പോർട്ടിംഗ്. നൈറ്റ് എത്ര മണി? 7:42. അല്ല, ഞങ്ങളപ്പോൾ പുറത്തൊരു വോക്കിന് വേണ്ടി, നിങ്ങൾക്ക് എന്നെ വല്ല കാണാം, വോക്കിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ശരി.
What did you say? What did you say? Guys, അപ്പം ഞാനൊരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾ കാണുമ്പോഴത്തേന് എന്താവുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് ഇപ്പം നൈറ്റ് ടൈം ആയതുകൊണ്ടാണ്. ഇതാണ് ഇലക്ട്രിക് കാർ. ശരിക്കും വർക്ക് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ശരിക്കും വർക്ക് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് റെഡ് ഇലക്ട്രിക്കൽ കാറാണ്. ഉഗ്രൻ പഴയ ലുക്ക് സ്റ്റൈലുള്ള കാറാണ്. ഇതാണ് ഓക്സിജൻ റിസോർട്ട് ബൈ ബോബി ചമനൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇതിന് ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്. ഈ കോക്കനട്ട് ട്രീയിൽ 4 എണ്ണമുണ്ട്. ഇവിടെ എന്തുകൊണ്ടാ ഒരു ലീഫില്ലാത്ത? സസ്പീഷ്യസ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് വന്നതാണ്. ഇവിടെ ബുഫേ സിസ്റ്റം അവൈലബിൾ ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് മീൽ പ്ലാൻ പ്രത്യേകിച്ച് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിൽ വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് 450 പ്ലസ് ടാക്സ് ആണ് പെർ പേഴ്സണ് വരുന്നത്. പിന്നെ 2 മീൽ പ്ലാൻ്റെ ഉണ്ട്, അത് 950 പ്ലസ് ടാക്സ് ആണ്. പിന്നെ അതുപോലെ 3 മീൽ പ്ലാൻ ഉണ്ട്, അത് 1250 പ്ലസ് ടാക്സ് ആണ് പെർ പേഴ്സണ് വരുന്നത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് മീൽ പ്ലാന് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പം നമ്മൾ 3 മീൽസ് പ്ലാൻ ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡൊന്നും കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ്, ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ആംബിയൻസാണ് ഇവിടെ ഉള്ളത്. ഇവിടുന്ന് ഈ ഒരു പൂളിലേക്കൊക്കെ നോക്കിയിരുന്ന് നമുക്ക് കഴിക്കാം. അതിൻ്റെ അടുത്ത് തന്നെ ഈ പൂളുള്ളത് കൊണ്ട് നല്ല രസമാണ്. നമുക്ക് പൂളിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിക്കാം. നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത്. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നപ്പോൾ എടുത്ത വിഷ്വൽസാണ്. പിന്നെ ഈ പൂളിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒന്നുമില്ല, ഇവിടെ സുന്ദരമായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ സ്ഥലമുണ്ട്. ഇവിടെ ഞാൻ കയറുന്നതായിരിക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ മോനോട്ടിന് കുറച്ച് നേരം കളിക്കണമെന്നൊക്കെ പറഞ്ഞേനെ. അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ ഗെയിംസ് എന്തൊക്കെയുണ്ടെന്നൊക്കെ നോക്കാനായിട്ട് പോയതാണ്. പിന്നെ ഇത് കൂടാതെ ഇവിടെ ഇൻഡോർ ഗെയിംസ് ഉണ്ട്. കളിക്കാൻ പോവാം. ഹലോ ഗായ്സ്, ഗുഡ് ഈവനിങ്. അപ്പം ഞങ്ങളിപ്പം ബീച്ചിൽ പോകാൻ പോവാണ്. അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന ബീച്ചിന്റെ പേരാണ് മോർജിൻ ബീച്ച്. അപ്പം പിന്നെ ശരി,
ബീച്ചിൽ വെച്ചിട്ട് കാണാം. നമ്മൾ ഈ താമസിക്കുന്ന റിസോർട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബീച്ചിൽ എത്താൻ പറ്റും. അപ്പം നൈറ്റിലാണ് ഞങ്ങൾ പോയത്, അതുകൊണ്ട് തന്നെ വിഷ്വൽസ് ഒന്നും അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ നല്ലതാണ്, നല്ല രസമാണ് അവിടെ പോയി ഇരിക്കാനും, നല്ല കാറ്റും. അറിയാമല്ലോ, ഏത് ബീച്ചായാലും ബീച്ചിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷവും ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അപ്പം ഒരുപാട് സമയം നമ്മൾ അവിടെ ഇരുന്ന് എൻജോയ് ചെയ്തു. പിന്നീട് നമ്മൾ പിറ്റേ ദിവസം പകൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. നമ്മളപ്പോൾ ഇപ്പം എവിടെ പോവാ അമ്മ? റൂമിൽ പോയിട്ട് പിച്ചു വീട്ടിൽ ഫുഡ് കഴിക്കാൻ വരും. ഓക്കെ. നമ്മൾ വീട്ടിൽ പോയിട്ട് കാലയിൽ ഫുൾ അഴുക്കായില്ലേ. അച്ഛൻ്റെ ടാക്സി എന്ന് വെച്ചാൽ ലിഫ്റ്റ്. നമ്മളിതൊരു ന്യൂ ഇയറിൻ്റെ ആ ഒരു സമയത്താണ് അവിടെ പോയിരുന്നത്. ഒരു റിസോർട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. ഒരു ആവറേജ് റിസോർട്ടാണ്, ഭയങ്കര ഇത് പറയാനില്ല, ഒരു ആവറേജ് റിസോർട്ടാണിത്. സ്റ്റാഫൊക്കെ നല്ല പെരുമാറ്റമൊക്കെയാണ്. മലയാളി സ്റ്റാഫുകളുണ്ടായിരുന്നു അവിടെ ഒരുപാട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു കുഞ്ഞൊരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.